നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക്. അബുദാബിയിൽ വാഹന അപകടത്തിൽ സഹോദരങ്ങളായ 3 കുട്ടികൾ ഉൾപ്പെടെ 4 മലയാളികൾ മരിച്ചു. ദുബായിലെ വ്യാപാരിയായ അബ്ദുൾ ലത്തീഫിന്റെ മക്കളായ 14-കാരൻ ആഷസ്, 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുകാരൻ അയാഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ബുഷറയും മരിച്ചു. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബായിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ, ഒപ്പം തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീ എന്നിവരടങ്ങുന്ന 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. അബുദാബിയിലെ വാഹന അപകടത്തിൽ. അത് ഈ ലിവ ഫെസ്റ്റിവൽ കണ്ടതിന് ശേഷം ദുബായിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഈ സ്വാഭാവികമായിട്ടും വെക്കേഷൻ സമയമാണ്, ഒപ്പം തന്നെ ഈ പറയുന്ന ഫെസ്റ്റിവൽ പലതും നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കുടുംബസമേതം ഇവരിത് കാണാൻ പോവുകയായിരുന്നു. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഷഹാമയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 3 കുട്ടികളും, അതായത് ഈ ഇവിടെ ഈ ദുബായിൽ വ്യാപാരം നടത്തുന്ന അബ്ദുൽ ലത്തീഫിന്റെ മക്കളായ 14-കാരൻ ആഷസ്, ഒപ്പം തന്നെ 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുകാരൻ അയാഷ്, ഇവർ 3 പേരും, ഒപ്പം തന്നെ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഈ ഒരു സ്ത്രീയും ഉൾപ്പെടെ, ബുഷ്രയും ഉൾപ്പെടെ ഇവർ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന മലയാളികൾ നമ്മളോട് പറയുന്നത്. അതിന് നിലവിൽ ഇപ്പോൾ എന്തായാലും ഇവരുടെ 4 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ UAE-യിൽ തന്നെ കബറടക്കാനുള്ള നടപടികളാണ് നടത്തുന്നത്. ഈ കുടുംബം ഒന്നാകെ കോഴിക്കോട് വടകരയിലാണ് താമസിക്കുന്നത്. മലപ്പുറം ചമ്രവട്ടം സ്വദേശിയാണ് ബുഷ്ര. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ്. 4 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി എയർലൈൻസ് വീണ്ടും കരിപ്പൂരിലേക്ക്. 2020 വിമാന അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച സർവീസുകൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ പുനരാരംഭിക്കും. റിയാദ്, കോഴിക്കോട് സെക്ടറിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചു. മലബാറിലെ പ്രവാസികളുടെയും ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെയും നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു. 2020 ഓഗസ്റ്റിലുണ്ടായ വിമാനാപകടത്തെ തുടർന്ന് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് സൗദി എയർലൈൻസ് സർവീസ് നിർത്തിവച്ചത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി എയർലൈൻസ് കരിപ്പൂരിലേക്ക് തിരിച്ചെത്തുകയാണ്. റൺവേ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ വലിയ വിമാനങ്ങൾക്ക് പകരം ഇടത്തരം വിമാനമായ എയർബസ് A321 നിയോ സീരീസിലുള്ള വിമാനങ്ങളാണ് സൗദി എയർലൈൻസ് സർവീസിനായി ഉപയോഗിക്കുന്നത്. ഫെബ്രുവരി 1-ന് സർവീസ് ആരംഭിക്കും. സൗദി എയർലൈൻസിന്റെ വെബ്സൈറ്റിലും സിസ്റ്റത്തിലും ബുക്കിംഗ് ലഭ്യമായി തുടങ്ങി. ആദ്യഘട്ടത്തിൽ റിയാദ്, കോഴിക്കോട് സെക്ടറിലാണ് സർവീസ്. ആഴ്ചയിൽ 4 സർവീസുകൾ വീതമാകും തുടക്കത്തിലുണ്ടാവുക. പിന്നീട് ഇത് ആഴ്ചയിൽ 6 സർവീസുകളായി വർദ്ധിപ്പിക്കും. പുലർച്ചെ 1:20-ന് റിയാദിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാവിലെ 8:35-ന് കരിപ്പൂരിലെത്തും. തിരികെ രാവിലെ 9:45-ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:50-ന് റിയാദിലെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. റിയാദ് സർവീസിന് പിന്നാലെ മാർച്ച് മാസത്തോടെ ജിദ്ദയിൽ നിന്നുള്ള സർവീസുകളും ആരംഭിക്കുമെന്നാണ് സൂചന. പ്രവാസി സംഘടനകളുടെയും യാത്രക്കാരുടെയും നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിലാണ് സൗദി എയർലൈൻസിന്റെ ഈ മടങ്ങിവരവ്. ടിക്കറ്റ് നിരക്ക് കുറയാനും മലബാറിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകാനും ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണമകലം, 24 ജിദ്ദ. വിസ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. സർക്കാർ ചാനലുകളിലൂടെയോ അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ മാത്രമേ വിസയ്ക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് മുന്നറിയിപ്പ്. വിസ തട്ടിപ്പ് വ്യാപകമാകുന്നതിന് പിന്നാലെയാണ് ദുബായ് പോലീസ് ബിവെയർ ഓഫ് ഫ്രോഡ് ക്യാമ്പയിൻ ആരംഭിച്ചത്. സർക്കാർ ചാനലുകൾ വഴിയോ അംഗീകൃത ഏജന്റുകൾ വഴിയോ മാത്രം വിസ നേടാൻ ശ്രമം നടത്തണമെന്നാണ് ക്രിമിനൽ അന്വേഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏതെങ്കിലും തരത്തിൽ പണം നൽകുന്നതിന് മുൻപ് അതോറിറ്റികളുമായി ബന്ധപ്പെടണം. ഏജൻസിയുടെ ലൈസൻസ് പരിശോധിച്ച ശേഷം മാത്രം തുടർ നീക്കങ്ങൾ നടത്തണം. പേപ്പർ വർക്കുകൾ നിർബന്ധമായും അക്രഡിറ്റേഷനുള്ള ഉദ്യോഗസ്ഥർ വഴി നടത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വിസ ഓഫർ ലിങ്കുകളിൽ ജോയിൻ ചെയ്യരുത്. വ്യക്തിഗത വിവരങ്ങൾ കൈമാറുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ബാങ്ക് വിവരങ്ങൾ നൽകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുബായ് പോലീസ് സ്മാർട്ട് ആപ്പ്, ഇ-ക്രൈം പ്ലാറ്റ്ഫോമുകൾ വഴി തട്ടിപ്പ് വിവരങ്ങൾ കൈമാറാനാകും. ഫോൺ കോളുകൾ വഴിയും SMS വഴിയുമുള്ള തട്ടിപ്പുകളും വ്യാപകമാകുന്നുണ്ട്. 24 ദുബായ്. സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് മേഖലകളിൽ സ്വദേശിവൽക്കരണ നിരക്ക് ഉയർത്തി. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 30%, പ്രൊക്യൂർമെന്റ് വിഭാഗത്തിൽ 70% സ്വദേശികളെ നിയമിക്കണം എന്നാണ് മാനവശേഷി മന്ത്രാലയത്തിന്റെ ഉത്തരവ്. എഞ്ചിനീയർമാരുടെ കുറഞ്ഞ ശമ്പളം 8000 റിയാലായി നിശ്ചയിച്ചതിനൊപ്പം നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.
സൗദി തൊഴിൽ വിപണിയിൽ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങി 46 എഞ്ചിനീയറിംഗ് തസ്തികകളിൽ 30% സ്വദേശിവൽക്കരണം ഇനി നിർബന്ധമാണ്. 5 അതിലധികമോ എഞ്ചിനീയർമാരുള്ള സ്ഥാപനങ്ങൾ നിയമം പാലിക്കണം. സ്വദേശി എഞ്ചിനീയർമാർക്ക് കുറഞ്ഞത് 8,000 റിയാൽ ശമ്പളം നൽകണമെന്ന വ്യവസ്ഥയും ഇതിലുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സൗദി കൌൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ അംഗീകാരവും നിർബന്ധമാണ്. പ്രൊക്യൂർമെന്റ് മേഖലയിലാണ് വലിയ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊക്യൂർമെന്റ് മാനേജർ, കോൺട്രാക്ട് മാനേജർ, ലോജിസ്റ്റിക്സ് മാനേജർ, ടെൻഡർ സ്പെഷ്യലിസ്റ്റ് തുടങ്ങി 12 തസ്തികകളിൽ ഇനി 70% സ്വദേശികളെ നിയമിക്കണം. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഈ നിയമം ബാധകമാണ്. ഇ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ ആധുനിക തസ്തികകളും പ്രൊക്യൂർമെന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 അവസാനത്തോടെ പുറത്തിറക്കിയ ഈ ഉത്തരവുകൾ നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് 6 മാസത്തെ കാലാവധി അനുവദിച്ചു. നിയമം കൃത്യമായി പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാനവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഹദഫ് വഴി റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് സഹായങ്ങൾ ലഭിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിലേക്ക് വരുന്ന വനിതകളുടെ എണ്ണത്തിൽ വർധന. 11% വർധനയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. വിനോദയാത്രയ്ക്കപ്പുറം തൊഴിൽ മേഖലയിലേക്കാണ് കൂടുതൽ സ്ത്രീകളും എത്തുന്നത്. 45% സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം UAE വിസയ്ക്ക് അപേക്ഷിച്ചത്. 2024 ഇത് 34.5% ആയിരുന്നു. 45.5% സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം UAE വിസയ്ക്ക് അപേക്ഷിച്ചത്. 2024 ഇത് 34.5% ആയിരുന്നു. ഒരു വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. വിസയ്ക്ക് അപേക്ഷിച്ച പുരുഷന്മാരുടെ എണ്ണം 65.5%-ൽ നിന്ന് 54.4%-ആയി കുറഞ്ഞു. ആഗോള മൊബിലിറ്റി ട്രെൻഡിലെ മാറ്റത്തിന്റെ സൂചനയാണ് ഈ വ്യത്യാസം വ്യക്തമാക്കുന്നത്. ടൂറിസത്തിനപ്പുറം ജോലിക്കായാണ് കൂടുതൽ സ്ത്രീകളും എത്തുന്നത്. കുടുംബവുമൊത്തല്ല ഇവരിൽ ഭൂരിഭാഗം പേരും UAE-യിൽ വരുന്നത്. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവുണ്ട്. നേരത്തെ ഏഷ്യയിൽ നിന്നാണ് കൂടുതൽ സ്ത്രീകൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏത് അതിർവരമ്പുകൾ താണ്ടിയും UAE-യിലേക്ക് സ്ത്രീകൾ വരുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് UAE ഒരുക്കുന്ന സുരക്ഷ ഇതിൽ പ്രധാന ഘടകമാണെന്ന് വിദഗ്ധർ പറയുന്നു. വൻകിട കമ്പനികളും ചെറിയ സ്റ്റാർട്ടപ്പുകളും ഒരുപോലെ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ദീർഘകാല കരിയറിന് പറ്റിയ ഇടമായി കൂടുതൽ ആളുകളും കാണുന്നത് UAE-യാണ്. ഈ വർഷത്തോടെ പുതുതായി എത്തുന്നവരുടെ ശതമാനത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. 24 ദുബായ്. അട്ടിമറി നടത്തി അമേരിക്ക റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെ ജയിലിലെത്തിച്ചു. അമേരിക്കയിലേക്ക് ലഹരിമരുന്നും ആയുധങ്ങളും എത്തിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് മദുറോയെ വിചാരണ ചെയ്യുക. വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ചുമതലയേൽക്കും. അതേസമയം അമേരിക്കൻ സൈനിക നടപടി വിമർശിച്ച് മാർപ്പാപ്പ രംഗത്തെത്തി. അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ന്യൂയോർക്കിലെ സ്റ്റുവർട്ട് എയർ നാഷണൽ ഗാർഡ് ബേസിലെത്തിച്ചത്. ഇരുവരെയും വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റി. ഇരുവരെയും നാളെ മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അമേരിക്കയിലേക്ക് മയക്കുമരുന്നും ആയുധങ്ങളും എത്തിച്ചുവെന്ന കുറ്റത്തിനാണ് മഡുറോയെ അമേരിക്കയിൽ കുറ്റവിചാരണ ചെയ്യുക. വെനസ്വേലയിൽ ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ അമേരിക്ക വെനസ്വേലയുടെ ഭരണം ഏറ്റെടുക്കുമെന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുമെന്നും എണ്ണ വ്യവസായം പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികളെ നിയമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കാൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് വെനസ്വേലൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഡെൽസിയുടെ നിയമനത്തെ ട്രംപ് പിന്തുണയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ നടപടികൾ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിച്ചുവെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കുറ്റപ്പെടുത്തി. വിഷയം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി നാളെ യോഗം ചേരും. അതിനിടെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ മാർപ്പാപ്പ രംഗത്തെത്തി. വെനസ്വേല സ്വതന്ത്രമായി തുടരണമെന്നും വെനസ്വേലൻ ജനതയുടെ നന്മ വിജയിക്കണമെന്നും ലിയോ 14 മാർപ്പാപ്പ പ്രതികരിച്ചു. അതേസമയം വെനസ്വേലയെ ആക്രമിച്ചതിന് പിന്നാലെ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെനസ്വേലയിലെ സാഹചര്യങ്ങളിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഇന്ത്യ അഭ്യർത്ഥിച്ചു. വെനസ്വേലയിലെ US ആക്രമണത്തിലും പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തതിലും ഇന്ത്യ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വെനസ്വേലൻ ജനതയുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ പിന്തുണ ആവർത്തിച്ചു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് സംഭാഷണത്തിലൂടെ സമാധാനപരമായ പരിഹാരം തേടാൻ
ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാരക്കസിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നത് തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് വെനസ്വേലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ വെനസ്വേലയിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കാരക്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. അതേസമയം വെനസ്വേലയിലെ അമേരിക്കൻ നടപടിക്കെതിരെ ഇടതു പാർട്ടികൾ ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും അതിനായി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ക്യൂൻസ്ലാൻഡിലെ കൽക്കരി ഖനിയുടെ മുകൾ ഭാഗം തകർന്നു വീണ അപകടം. ഖനിയിൽ കുടുങ്ങിയ ജീവനക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമം വിഫലമായി. ഓസ്ട്രേലിയയിൽ നിന്ന് ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്യൂൻസ്ലാൻഡ് സംസ്ഥാനത്തെ ബ്രിസ്ബെയിനിൽ നിന്നും ഏകദേശം 800 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന കാറ കൽക്കരി ഖനികളിൽ ഒന്നിന്റെ മുകൾ ഭാഗം തകർന്നു വീണ സംഭവത്തിൽ ഖനിക്കുള്ളിൽ കുടുങ്ങിപ്പോയ ജീവനക്കാരൻ മരിച്ചതായി സ്ഥിരീകരിച്ചു. നേരത്തെ രക്ഷാപ്രവർത്തകർ ഉള്ളിൽ കുടുങ്ങിപ്പോയ 2 തൊഴിലാളികളെ പരിക്കുകളില്ലാതെ പുറത്തെടുത്തിരുന്നു. ഖനിമുഖത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായി ഉള്ളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ലോക്കൽ സമയം 4:30 മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. ക്രിനാൽഡോ ഗ്ലോബൽ റിസോഴ്സസ് എന്ന അന്താരാഷ്ട്ര കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാറ മൈനിങ് കോംപ്ലക്സ് എന്ന കൽക്കരി ഖനികൾ. കഴിഞ്ഞ 40 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ ഖനികളാണ് ക്യൂൻസ്ലാൻഡ് സംസ്ഥാനത്തെ വൈദ്യുത നിലയങ്ങൾക്ക് വേണ്ട കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ മൈനിങ് കോംപ്ലക്സിലെ 3 കൽക്കരി ഖനികളിൽ ഒന്നായ മാമോത്ത് അണ്ടർഗ്രൗണ്ട് ഖനിയിലാണ് അപകടം നടന്നത്. മറ്റൊരു സംഭവത്തിൽ മൗണ്ട് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സ്വർണ്ണ ഖനിയിൽ ഉണ്ടായ അപകടത്തിൽ ഒരു ഖനി തൊഴിലാളിയുടെ ജീവൻ നഷ്ടമായി. 2 സംഭവങ്ങളിലും സർക്കാർ തല അന്വേഷണങ്ങൾ നടക്കും. പുതിയ സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ വെനസ്വേലയിലുള്ള ഓസ്ട്രേലിയൻ പൗരന്മാരോട് സാധ്യമാണെങ്കിൽ കഴിയുന്നതും വേഗം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ വ്യോമസേന ഗതാഗതം നിർത്തലാക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണമെന്നും രാജ്യത്തു നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവശ്യ വസ്തുക്കളുമായി സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം കണ്ടെത്തണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ലിജ ചാക്കോ. ഒമാനിൽ ട്രക്കിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട് മലയാളി വനിത മരിച്ചു. പ്രമുഖ കൃഷിശാസ്ത്രജ്ഞരായ കൊല്ലം ഓച്ചിറ സ്വദേശികളായ പരേതരായ ഡോക്ടർ RD അയ്യരുടെയും ഡോക്ടർ രോഹിണി അയ്യരുടെയും മകൾ ശാരദ അയ്യറാണ് മരിച്ചത്. പിന്നണി ഗായിക ചിത്ര അയ്യരുടെ സഹോദരിയാണ് ശാരദ അയ്യർ. കഴിഞ്ഞ മാസം 11 പിതാവ് ഡോക്ടർ RD അയ്യർ മരിച്ചത്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി നാട്ടിലെത്തിയ ശാരദ കഴിഞ്ഞ മാസം 24 മസ്കറ്റിലേക്ക് തിരിച്ചുപോയത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിന്റെ തുടർ നടപടികൾ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ചുമതലയേറ്റിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. 2006 ജനുവരി 4 ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സ്ഥാനാരോഹണം. ദുബായിലെ ആഭ്യന്തര വികസനത്തിനും ആഗോള നേട്ടങ്ങൾക്കും പുതിയ മാനം കൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹം. ആഘോഷങ്ങൾ പതിവില്ല. UAEയുടെ വളർച്ചയ്ക്കും വികസനത്തിനും നിർണായകമാകുന്ന ഒരു സുപ്രധാന പദ്ധതി പ്രഖ്യാപിക്കും. സ്ഥാനാരോഹണ വാർഷികത്തിൽ കൈക്കൊള്ളുന്ന ഈ പതിവ് മാത്രം മതിയാകും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ വിലയിരുത്താൻ. ദുബായിലെ മിക്ക ആധുനിക പദ്ധതികളും ആരംഭിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഭരണാധികാരിയായതിനു ശേഷമാണ്. ദുബായിയെ ഒരു ആഗോള വാണിജ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നിർണായകമായി. ലോകത്തെ ഒന്നാകെ ഒരു കുടക്കീഴിലെത്തിച്ച ദുബായ് എക്സ്പോ അദ്ദേഹത്തിന്റെ ഐക്കോണിക് പ്രൊജക്ടുകളിൽ ഒന്നാണ്. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ വഴി ബഹിരാകാശത്തേക്കുള്ള വാതിൽ തുറന്നു. മാർസ് ദൗത്യത്തിനു വരെ പിന്നീട് സ്പേസ് സെന്റർ സാക്ഷ്യം വഹിച്ചു.
ദുബായ് കേഴ്സിലൂടെ സഹായമെത്തിയത് 116 മില്യൺ ആളുകൾക്ക്. ബുർജ് ഖലീഫയും പാം ജുമൈറിലെ അറ്റ്ലാന്റിസും വിനോദസഞ്ചാരികളുടെ സ്വപ്ന താവളങ്ങളായി. ദുബായ് മെട്രോ അറബ് ലോകത്ത് ഗതാഗത മേഖലയിൽ വിപ്ലവമുണ്ടാക്കി. ഗോൾഡൻ വിസയും സ്മാർട്ട് പോലീസ് സ്റ്റേഷനും ദുബായ് വാട്ടർ കനാലുമൊക്കെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സൃഷ്ടി തന്നെ. ദുബായ് ഒരു സ്റ്റാർട്ടപ്പ് തലസ്ഥാനമായതിനു പിന്നിലും മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ്. മെട്രോ, ബ്ലൂ ലൈൻ, ഫ്ലൈയിങ് ടാക്സി, മക്തൂം എയർപോർട്ട് വികസനം തുടങ്ങി പല വൻ പദ്ധതികളും നടന്നു വരികയാണ്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചിറകിലേറി ദുബായ് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുമെന്ന് ഉറപ്പാണ്. 24 ദുബായ്. UK-യിൽ അതിശൈത്യം. വരും ദിവസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഉയർന്ന പ്രദേശങ്ങളിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. UK-യുടെ ഭൂരിഭാഗം മേഖലകളിലും വരും ദിവസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ എക്സിറ്ററിലെ മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 24 മണിക്കൂറിനുള്ളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ 8 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ആഴ്ച അവസാനത്തോടെ തണുപ്പേറിയ കാലാവസ്ഥയും പ്രതീക്ഷിക്കാം. വെസ്റ്റ് മിഡ്ലാൻഡ്സ്, പീറ്റർബറോ, നോട്ടിംഗ്ഹാം, മാഞ്ചസ്റ്റർ, ന്യൂകാസൽ, നോർത്ത് വെയിൽസിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശൈത്യകാല കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പിൽ പറയുന്നു. മഞ്ഞിനുള്ള യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ഞുവീഴ്ചയിൽ വൈദ്യുതി, മൊബൈൽ ഫോൺ സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഉയർന്ന പ്രദേശങ്ങളിൽ താപനില 3 മുതൽ 5 ഡിഗ്രി വരെയായി തുടരും. 24 UK. ആടിയും പാടിയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ച് മാഞ്ചസ്റ്ററിലെ ബറി മലയാളി കൾച്ചറൽ അസോസിയേഷൻ കുരുന്ന് സാന്റകളുടെ മാസ് എൻട്രി ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു. മാഞ്ചസ്റ്ററിലെ ബറി മലയാളി കൾച്ചറൽ അസോസിയേഷൻ പോളിഷ് സെന്ററിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ന്യൂ ഇയർ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഫെലിസ് നെവിഡാഡ 2026 എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടി. BMCAയുടെ യൂട്യൂബ് ചാനലിന്റെ സ്വിച്ച് ഓൺ ബറി കൗൺസിലർ ഉംറാന ഫറൂഖ് നിർവഹിച്ചു. ചടങ്ങിൽ ചന്ദ്രകല സുനിൽ അധ്യക്ഷത വഹിച്ചു. സാന്റാക്ലോസിനൊപ്പം ഏകദേശം 35ഓളം കുഞ്ഞു സാന്റകൾ നൃത്തമാടിയത് പരിപാടിയെ കൂടുതൽ വർണ്ണാഭമാക്കി. BMCA ഫാമിലി ട്രീ എന്ന ആശയത്തിന്റെ ഭാഗമായി അംഗങ്ങൾ ഫാമിലി ഫോട്ടോകൾ ക്രിസ്മസ് ട്രീയിൽ പതിപ്പിച്ചത് ക്രിസ്മസ് ആഘോഷരാവിനെ കൂടുതൽ മനോഹരമാക്കി. ലക്കി കൂപ്പൺ നറുക്കെടുപ്പിൽ ലിജോ ടിൻസി ദമ്പതികൾ വിജയികളായി. 2026-27 കാലയളവിലെ പുതിയ ഭരണസമിതി അംഗങ്ങളെ അന്നേ ദിവസം കൂടിയ പൊതുയോഗത്തിൽ തിരഞ്ഞെടുത്തു. BMCAയുടെ മുൻ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രകല സുനിൽ, ഡാനി ജോർജ്, ബേസിൽ, പ്രിൻസ്, നീന ഡാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒരുപാട് മലയാളികൾ ഞങ്ങൾ ഒത്തുചേർന്ന ഒത്തൊരുമയോടെ വളരെ സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഞങ്ങളുടെ ഈ പരിപാടി വളരെ ഗംഭീരമായി ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 24 UK. മിസിസ് ഇന്ത്യ റണ്ണറപ്പ് ഡോക്ടർ ശിഖ സന്തോഷിന് കുവൈറ്റിൽ സ്വീകരണം നൽകി. ഹോംകം സെറിമണിയായി കുവൈറ്റിലെത്തിയ ശിഖയെ ടാർഗറ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഇന്ന് നമ്മളോടൊപ്പം വിശിഷ്ടയായ ഒരു അതിഥി ചേരുകയാണ്. മിസിസ് ഇന്ത്യ റണ്ണറപ്പായിട്ടുള്ള ഡോക്ടർ ശിഖ സന്തോഷ്. ഹോം കമ്മിങ് സെറമണിക്കായി കുവൈറ്റിലെത്തിയ ശിഖ സന്തോഷിനെ ഹൃദ്യമായ സ്വീകരണമാണ് കുവൈറ്റിൽ ലഭിച്ചത്. ടാർഗറ്റ് ഇന്റർനാഷണൽ കുവൈറ്റ് മാനേജിംഗ് ഡയറക്ടർ PS കൃഷ്ണന്റെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഡോക്ടർ ശിഖ സന്തോഷിന് നൽകിയത്. ഡോക്ടർ ശിഖയുടെ ഹസ്ബൻഡ് അരവിന്ദിൻ്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ ഇത്തരം ഒരു അവാർഡിൽ എത്തി നിൽക്കുന്ന ശിഖയോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ശിഖ, മിസിസ് ഇന്ത്യ റണ്ണറപ്പ് എന്നൊരു പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു നാൾ വഴികളൊന്ന് ചുരുക്കി നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? ആക്ച്വലി ചെറുപ്പം മുതലേ പാജൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഐ എം ഓൾറെഡി എ മോഡലായിട്ട് വെൻ ഐ ഹേർഡ് അബൌട്ട് മിസ്സസ് ഇന്ത്യനെ പറ്റി കേട്ടപ്പം അതിന് ഓഡിഷൻ അപ്ലൈ ചെയ്തു. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഓഡിഷൻ. ഓൾമോസ്റ്റ് 2000+ കണ്ടസ്റ്റൻസ് ഓഡിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ പോസ്റ്റ് ദാറ്റ് അത് ക്ലിയർ ചെയ്തിട്ട് സൗത്ത് ഇന്ത്യൻ്റെ ടോപ്പ് സ്കോററായി. ആൻഡ് ഫ്രം ദെയർ 25 ഫൈനലിസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തില്ല. ഐ വാസ് വൺ അമംഗ് ദം. അത് ജയ്പൂർ രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു. ആൻഡ് ഫ്രം ദെയർ top 10, top 5 ആൻഡ് ദെൻ top 3 അങ്ങനെ എത്തി.
So I'm here this time for this new year with my family. I'm really happy അതുകൊണ്ട് കാരണം last 3 years ആയിട്ട് I couldn't celebrate it with them. So I hope നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലിൻ്റെ കൂടെ ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ this time. Wishing you guys all the best. Thank you so much. Keep supporting. മലയാളികളുടെ അഭിമാനമായ ഡോക്ടർ ഷിക സന്തോഷിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ നേർന്നു. ക്യാമറമാൻ റസാഖ് ചെറുതുരുത്തിക്കൊപ്പം ജലിന്ദ്ര പ്രയാർ, 24 കുവൈറ്റ്. കുവൈറ്റ് KMCC കോഴിക്കോട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ച അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ പ്രത്യേകം ഒരുക്കിയ CH നഗറിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടി അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MP, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവർ മുഖ്യാതിഥികളായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷത്തിനൊപ്പം ഇടതുപക്ഷം ഉണ്ടാകുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരളയാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്നത് കൊടും ക്രൂരതയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരളയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് കോഴിക്കോട് ലഭിച്ചത്. കയ്യേറ്റങ്ങൾ കണ്ടു നിൽക്കരുതെന്നും ഇന്ത്യ ഇടപെടണമെന്നും സ്വീകരണ പരിപാടിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ ഉള്ള ഒരു അക്രമമായ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തികച്ചും അതിനെതിരായി സംഘടിച്ച രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും അവകാശ സംരക്ഷണത്തിന് എന്നും നിലകൊള്ളുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. വെനിസ്വേലയിലെ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യ മൗനം പാലിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് ശ്ലാഘനീയമെന്ന് കേരള യാത്രയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ്. വെനിസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജാഥ ഉപനായകരായ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹിമാൻ സക്കാഫി, MLA-മാരായ PTA റഹീം, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ്, അഹമ്മദ് ദേവിർകോവിൽ, വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേൾവി പരിമിതർക്കായി പ്രഭാഷണങ്ങൾ ആംഗ്യഭാഷയിൽ അവതരണമുണ്ടായിരുന്നു. സംസ്ഥാന സെന്റിനറിയുടെ ഭാഗമായി ഈ മാസം 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 16 തിരുവനന്തപുരത്ത് സമാപിക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.